ജീവിതം തിരക്ക് പിടിച്ചു പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കാൻ മനസ്സ് തോന്നാറില്ല അല്ലേ? വി ഹാവ് ടു ബി ഹാപ്പി അറ്റ് ദ മൊമെൻറ്റ്. നമ്മൾ ഹാപ്പി ആയിരിക്കണം. ആ മൊമെൻറ്റ് നമ്മൾ പൂർണ്ണമായി ആസ്വദിച്ചിരിക്കണം. ഏത് മൊമെൻ്റാണോ നമുക്ക് ഹാപ്പിനെസ് തരുന്നത്. ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ ടൈനി തിങ്സ്. ഇത്തിരി ആലോചിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ആ ഒരു ഇത്തിരി സമയം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതാണ് പലപ്പോഴും നമ്മളിൽ പലർക്കും ഈ ബിസി ലൈഫിൻ്റെ ഇടയിൽ പറ്റുന്നത്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇതാണ്: ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ ടൈനി തിങ്സ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ പ്രാധാന്യം. സന്തോഷം എന്നുള്ളത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടൊന്നും കിട്ടില്ല അല്ലേ? നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലെങ്കിൽ ആ സിറ്റുവേഷണൽ ഹാപ്പിനെസ് ആണ്. അതുമല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഓരോ നിമിഷങ്ങളാണ് നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സന്തോഷങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾ പണ്ടൊക്കെ ഒരു പൂ കണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചായിരുന്നു. മിഠായി കണ്ടിട്ടുണ്ടെങ്കിൽ, മിഠായി കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചായിരുന്നു. മിഠായി കടയിൽ പലതരം മിഠായികൾ കണ്ടാലും നമുക്ക് സന്തോഷമായിരുന്നു. അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ നമ്മൾ എപ്പോഴൊക്കെയോ മറന്നു പോയിട്ടുണ്ടാകാം ഈ ബിസി ലൈഫിൽ. അപ്പം അത്തരം കാര്യങ്ങളെ ഒന്നുകൂടി റീലിവ് ചെയ്യുക അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ആ ഒരു കളക്റ്റീവ് ഹാപ്പിനെസ്സിലേക്ക് അത് കൊണ്ടുപോകുന്ന പറയണേ. കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടൈനി ഹാപ്പിനെസ് എന്ന് പറയുന്നത് ടൈനി ആയിട്ടുള്ള ഹാപ്പിനെസ് അല്ല, അല്ലെങ്കിൽ ലിറ്റിൽ ഹാപ്പിനെസ് അല്ല. ഇറ്റ് വിൽ ക്രിയേറ്റ് കളക്റ്റീവ് ഹാപ്പിനെസ് ഇൻ അസ്. നമ്മളെപ്പോഴും വലിയ സന്തോഷങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വലിയ വലിയ സന്തോഷങ്ങളെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ സ്കിപ്പായി പോവും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അത് എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോവും. പണ്ടൊരു ചിത്രശലഭത്തെ കൗതുകത്തോടെ നോക്കിയെന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ ചിത്രശലഭം അടുത്തുകൂടെ പോകുമ്പോഴും നമ്മൾ അറിയില്ല. കാരണം ലൈഫ് അത്രയും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ലിറ്റിൽ തിങ്സ് ആർ നോട്ട് ദാറ്റ് മച്ച് ലിറ്റിൽ. ലിറ്റിൽ തിങ്സ് ക്രിയേറ്റ് മാജിക്. അത് ആ ഒരു ഹാപ്പി മൊമെൻറ്റ് മാത്രമല്ല, ആ ഒരു ഡേ തന്നെ ബ്ലിസ്ഫുള്ളാക്കാൻ അത്തരം ചെറിയ ചെറിയ ഹാപ്പിനെസ്സിന് കഴിയും. നമ്മൾ കാലത്ത് എണീറ്റിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് വൈകുന്നേരം ആവട്ടെ തീരുമാനിച്ച് അത് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കാലത്ത് എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നമ്മളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. അത് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കുറേ പേര് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ടാവും. ഒരു പക്ഷിയുടെ പാട്ട് കേൾക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പൂ വിടരുന്നത് കാണുമ്പോഴോ, അതുമല്ലെങ്കിൽ നമ്മൾ കടലിലെ തിരമാലകൾ കാണുമ്പോൾ, ആകാശത്ത് ചന്ദ്രനെ കാണുമ്പോൾ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവർ. അതുപോലെ പലതരം മിഠായികൾ കാണുമ്പോൾ സന്തോഷം നമുക്ക് തോന്നാറില്ലേ? പല ഷേപ്പിലുള്ള മിഠായികൾ, പല ടേസ്റ്റുള്ള മിഠായികൾ. അങ്ങനെ അത്തരം ഹാപ്പിനെസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ, നമ്മൾ മറന്നു പോയിട്ടില്ലെങ്കിൽ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ റീക്രിയേറ്റ് ചെയ്യണം. മറന്നു പോയിട്ടില്ലെങ്കിൽ അത് അതേപോലെ തന്നെ നമ്മൾ കൊണ്ട് നടക്കണമെന്ന് പറയണം. അപ്പോൾ ഈ ടൈനി ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും. നമ്മുടെ മുഖത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വേ ഓഫ് ലിവിങ്ങിൽ തന്നെ പോസിറ്റിവിറ്റി ഉണ്ടാവും. പണ്ടൊക്കെ കളർഫുൾ ബലൂൺ കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിയിരുന്നില്ലേ? അതേ സന്തോഷം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവണം. അതുപോലെ ഫയർ വർക്ക്സ് കാണുമ്പോഴുള്ള സന്തോഷം, വെടിക്കെട്ട് കാണുമ്പോഴുള്ള സന്തോഷം, അങ്ങനെ കുട്ടി കുട്ടി ഹാപ്പിനെസ്സിനെ വീണ്ടും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞെങ്കിൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടില്ല എന്ന് എപ്പോഴും അറിയാം. ടൈനി തിങ്സിനെ അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ.